ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ പിതാവ് ലയോ 14 പാപ്പയെ സന്ദർശിച്ച് കൈമാറിയ ഉപഹാരങ്ങളിൽ ഒരു ശില്പം വാർത്താശ്രദ്ധ നേടുകയുണ്ടായി. അത് നിർമ്മിച്ചത് പാലാ സ്വദേശി വെള്ളാരത്തുങ്കൽ തോമസ് ചേട്ടനാണെന്ന് പിതാവ് പറഞ്ഞപ്പോൾ തോമസ് ചേട്ടനെ അന്വേഷിച്ച് വെള്ളാരത്തുങ്കൽ ഭവനത്തിലെത്തിയ ഷെക്കേന ന്യൂസിന് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. നമ്മളിതാ ഇന്ന് തോമസ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തോമസ് ചേട്ടൻ ഒരു നിസ്സാര സംഭവമല്ല. ശില്പങ്ങളുടെ വലിയൊരു കലവറ തന്നെയാണ് തോമസ് ചേട്ടൻ്റെ വീട്ടിലുള്ളത്. നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ. നമുക്ക് ആ വലിയ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് തോമസ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാം. തോമസ് ചേട്ടാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശില്പകലയിൽ പരിശീലനം എങ്ങും ലഭിച്ചിട്ടില്ലാത്ത തോമസ് ചേട്ടൻ സ്കൂൾ ജീവിതം മുതൽ തടിയിൽ കൊത്തുപണികൾ ചെയ്തു തുടങ്ങി. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് നൽകുവാനായി ഉണ്ടാക്കിയ 263 മാർപ്പാപ്പമാരുടെ മുഖചിത്രം കൊത്തിയെടുത്ത അംശവടിയിലൂടെയാണ് തോമസ് ചേട്ടൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു മുൻപ് അനേകം രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർക്ക് ശില്പങ്ങൾ സമ്മാനിക്കുകയും അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെയുള്ളവരുടെ മുഖങ്ങൾ ലിബർട്ടി ഓഫ് സ്റ്റാച്യുവിന്റെ കീഴിൽ കൊത്തിയെടുത്ത ശില്പം, മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയന്റെ മുഖങ്ങൾ കേരളത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ശില്പം തുടങ്ങിയവ പ്രത്യേക ശ്രദ്ധ നേടിയവയാണ്. കേരള സാഹിത്യ പ്രതിഭകളായ എഴുത്തച്ഛൻ മുതൽ 82ഓളം പേരടങ്ങുന്ന ശില്പവും ഇവിടെയുണ്ട്. ഭാരതത്തിലെ പ്രസിഡന്റുമാർ, ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ അവസാന കാലഘട്ടം വരെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളും ഇവിടെയുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉയർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്ന 12 മണികളുള്ള തടിയിൽ തീർത്ത മാർത്തോമ കുരിശ്, സ്വർഗത്തിന്റെ താക്കോലിനെ അനുസ്മരിപ്പിക്കുന്ന 267 മാർപ്പാപ്പമാരുടെ വലിയ താക്കോൽ, നോഹയുടെ പെട്ടകം, അറേബ്യൻ ശൈലിയിലുള്ള തിരുവത്താഴം, ഭാരതത്തിലെ വിശുദ്ധരടങ്ങിയ ശില്പം, വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച തുർക്കിക്കാരൻ അലിയെ ജയിലിൽ പോയി സന്ദർശിക്കുന്ന രംഗങ്ങൾ ചേർത്ത് മാർപ്പാപ്പയുടെ കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെയുള്ള മാറുന്ന മുഖങ്ങളുള്ള ശില്പം, വിശുദ്ധ പത്രോസ് മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ളവരുടെ ചിത്രങ്ങൾ കൊത്തിയെടുത്ത തടിപ്പലകയിൽ തീർത്ത വളരെ വ്യത്യസ്തമായ ആൽബം എന്നിവ തോമസ് ചേട്ടൻ വളരെ സ്നേഹപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ലിങ്ക് ഓഫ് ബുക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ജപമാല രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ച 18 അടി നീളമുള്ള തടിയിൽ തീർത്ത വലിയൊരു ജപമാലയും തോമസ് ചേട്ടന്റെ കൈവശമുണ്ട്. ഈ രീതിയിൽ തീർത്ത ഇങ്ങനെയൊരു ജപമാല ലോകത്ത് എവിടെയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തോമസ് ചേട്ടൻ അവകാശപ്പെടുന്നു. തടിയിൽ നിർമ്മിച്ച ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും വ്യത്യസ്ത മുഖങ്ങൾ വീടിന് പ്രത്യേക സൗന്ദര്യവും ആത്മീയ അനുഭവവും നൽകുന്നു. കച്ചവട താൽപ്പര്യമില്ലാത്ത തോമസ് ചേട്ടൻ സുഹൃത്തുക്കളുടെ താൽപ്പര്യപ്രകാരം ഏതാനും സ്കൂളുകളിൽ എക്സിബിഷന് പോയിട്ടുണ്ട്. എൻ്റെ പേര് ജിമ്മി. തോമസ് ചേട്ടൻ്റെ അയൽവാസിയാണ്. ഞങ്ങൾ തമ്മിലൊരു 20 വർഷത്തോളം പരിചയങ്ങളുണ്ട്. തോമസ് ചേട്ടൻ്റെ എല്ലാ ശില്പങ്ങളുടെയും പ്രദർശനത്തിന് പോകുമ്പോൾ ഞാനും കൂടെ പോയി ഇതെല്ലാം എക്സിബിറ്റ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരാളാണ്. തോമസ് ചേട്ടൻ അവസാനം കൊടുത്ത ലിയോ 14 മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ശില്പം പാക്ക് ചെയ്യാൻ ഞാൻ സഹായിച്ചു. തോമസ് ചേട്ടൻ്റെ ഇങ്ങനെ ഈ ശില്പങ്ങളെക്കുറിച്ച്, കൊത്തുകലയെക്കുറിച്ച് ജിംചേട്ടൻ്റെ എന്താ അഭിപ്രായം എങ്ങനെയാണ്? തോമസ് ചേട്ടൻ കൈകൊണ്ട് ചെറിയൊരു പിച്ചാത്തേക്ക് എല്ലാം മിനുക്കിയെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മിഷൻ വർക്കുകളൊന്നുമില്ല. മാസങ്ങളെടുത്തായിരിക്കും ഒരു ചെറിയ ശില്പമെല്ലാം തീരാൻ മാസങ്ങളെടുക്കാറുണ്ട്. അത് കാണുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ചെയ്യുന്നുള്ളത്. തോമസ് ചേട്ടന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ ജപമാല രഹസ്യങ്ങൾ അടങ്ങിയ വലിയ ശില്പത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞെത്തും. മനസ്സിലൊരു ചിത്രം തെളിഞ്ഞാൽ ആ സമയം മുതൽ ചിത്രത്തിന് രൂപം കൊടുക്കുവാൻ മാസങ്ങൾ വേണ്ടിവരുമെന്ന് അദ്ദേഹം പറയുന്നു. താൻ നിർമ്മിച്ച ശില്പങ്ങൾ ഇതുവരെ 3 മാർപ്പാപ്പമാർ അവരുടെ കൈകളിൽ സ്വീകരിച്ചതിന്റെ സന്തോഷ നിറവിലാണ് തോമസ് ചേട്ടൻ. അത് എത്ര നാളുകളായി ഈ ശില്പങ്ങൾ കൊത്തിയാൻ തുടങ്ങിയിട്ട്? ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഓരോ കാണുമ്പം അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇങ്ങനെ ഓരോ മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ശരിക്കും തോമസ് ചേട്ടൻ്റെ ജോലി എന്തായിരുന്നു? എൻ്റെ ജോലി കൃഷിയായിരുന്നു. പ്രധാനം കൃഷിയായിരുന്നു. അപ്പോൾ കൃഷിക്കാരനായ അങ്ങ് എപ്പോഴാണ് ഈ രൂപങ്ങളൊക്കെ കൊത്തുവാനായിട്ടൊക്കെ സമയം കിട്ടിയിരുന്നത്? അതിനിങ്ങനെ പ്രത്യേക സമയങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിലിങ്ങനെ ഒരാശയം തോന്നുമ്പം അതും കൊണ്ട് നടന്ന് അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ദിവസങ്ങളോളം ചിന്തിച്ച് അങ്ങനെ തുടങ്ങുക.
അതിന് സമയങ്ങളൊന്നുമില്ല, കിട്ടുന്ന സമയമൊക്കെ വിനിയോഗിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം ഒരു വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു ഈ ഇടയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രോപ്പൊലീത്ത തറയിൽ പിതാവ് തോമസ് ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ശില്പം ലിയോ പാപ്പായ്ക്ക് കൊണ്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് സീറോ മലബാർ സഭയുടെ വലിയൊരു അകക്കാമ്പ് തന്നെ അതിൽ കോറിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് തോമസ് ചേട്ടനെ പ്രചോദിപ്പിച്ചത് എന്തായിരുന്നു? എനിക്ക് അത് ഉണ്ടാക്കണമെന്ന് തോന്നിയത് കേരളത്തിലെ വിശുദ്ധനെ പറ്റി സെൻറ്റ് തോമസ് വന്നതിന് ശേഷം ആദ്യം വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ തുടർച്ചയായിട്ടാണ് ബാക്കിയുള്ളവർ വന്നിരിക്കുന്നത്. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസയാണ്. അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ ഓർക്കുന്നു, അവരെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ശില്പം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്ന് അങ്ങനെ ഒരു ഔട്ട്ലൈനൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് തുടങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പം ഏകദേശം എത്രമാത്രം ശില്പങ്ങൾ തോമസ് ചേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്? ഞാനിപ്പം സാമൂഹികവും സാഹിത്യവും എന്ന് വേണ്ട എല്ലാ മേഖലകളിലുമായിട്ട് ഒരു 300ഓളം ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങൾ എത്രണ്ണം ഇപ്പോൾ വത്തിക്കാനിലുണ്ട്? ഞാനുണ്ടാക്കിയ ശില്പത്തിൽ 3-4 വത്തിക്കാനിലുണ്ട്. ശരിക്കും ഈ ശില്പങ്ങൾ ഏതൊക്കെ മാർപ്പാപ്പയാണ് അങ്ങ് ഉണ്ടാക്കിയ ഈ ശില്പങ്ങൾ കൈപ്പറ്റിയിരിക്കുന്ന ആരൊക്കെയാണ്? ജോൺ പോൾ രണ്ടാമനാണ് ആദ്യം വാങ്ങുന്നത്. അത് കഴിഞ്ഞ് പാലാ പിതാവ് പോപ്പിനെ കാണാൻ പോയപ്പം ഞാനുണ്ടാക്കിയ ഒരു മാർത്തോമ കുരിശ് ബെനഡിക്റ്റ് 16 കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പം ലിയോ 14 എൻ്റെ ഒരു ശില്പം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക്. തോമസ് ചേട്ടൻ ശരിക്കും ഈ ശില്പകല കൊത്തുകലയൊന്നും പഠിച്ചിട്ടില്ല? ഇല്ല. ഞാൻ സ്വയസിദ്ധമായിട്ട് കിട്ടിയ ആ കഴിവും ഉപയോഗിച്ചങ്ങ് ചെയ്യുന്നു. അപ്പൊ ഈ രൂപങ്ങളെല്ലാം നിർമ്മിക്കുന്നത് മെഷീനിലാണോ അതോ അല്ലല്ല, ഒരു സാധനവും ഞാൻ മെഷീനിൽ ചെയ്തിട്ടില്ല. എല്ലാം സ്വന്തം കൈകൊണ്ട് തന്നെ ചെത്തി ഉരുട്ടി കൊത്തിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത ഏതെങ്കിലും ഒരു രൂപങ്ങളെല്ലാം പണിപ്പുരയിലുണ്ടോ? അത് പുതിയ ഒരു ഇല്ല ഇനി ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പ്രായത്തിന്റെ പിന്നെ കൈയുടെ മരപ്പും ഇതെല്ലാം കാരണം ചെയ്യാൻ പാടാ. ഇതുപോലെ ഇപ്പം ഇനി പറയാൻ പറ്റിയല്ല, ചിലപ്പം ചെയ്തൊന്നും വരും. നല്ലൊരു കൃഷിക്കാരനായ തോമസ് ചേട്ടനെ പ്രായത്തിന്റെ പ്രയാസങ്ങൾ ആക്രമിക്കുമ്പോഴും തന്റെ ജീവിത പങ്കാളി ത്രേസ്യാമ്മയുടെയും മക്കളുടെയും പ്രാർത്ഥനയും സഹകരണവും തോമസ് ചേട്ടന്റെ മനസ്സിനും കരങ്ങൾക്കും ശക്തി പകരാൻ കൂടെയുണ്ട്. ഷെക്കേന ന്യൂസ്, കോട്ടയം.